ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ GKC ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജോയിൻ മെമ്പർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക. ലഭ്യമായ ക്ലാസ്സുകൾ ഏതെന്നറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. യൂണിവേഴ്സിറ്റി LGS എക്സാം ട്യൂട്ടോറിയൽ വീഡിയോയുടെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഓരോ അയൽരാജ്യങ്ങളെക്കുറിച്ചും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ. ആദ്യം നമ്മൾ പഠിക്കുന്നത് പാകിസ്ഥാൻ. ഇന്ത്യയുമായി പാകിസ്ഥാന് 3323 കിലോമീറ്ററാണ് അതിർത്തിയുള്ളത്. പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധിയുടെ നാട് എന്നാണ്. പാകിസ്ഥാൻ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 14. തലസ്ഥാനം ഇസ്ലാമാബാദ്. ദേശീയ ഭാഷ ഉറുദു. പാകിസ്ഥാൻ്റെ പാർലമെൻറ്റാണ് മജ്ലിസ് ഇ ഷുറ. പാകിസ്ഥാൻ്റെ ദേശീയ ഗാനം ഖ്വാമി തരാന. പാകിസ്ഥാൻ്റെ കായിക വിനോദം ഹോക്കി. ഇന്ത്യയുടെ കായിക വിനോദമായ ഹോക്കി തന്നെയാണ് പാകിസ്ഥാൻ്റെയും കായിക വിനോദം. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ആ പദം ആദ്യമായി പ്രയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലി. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവും ആദ്യ ഗവർണർ ജനറലുമാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് ലിയാഖത്ത് അലി ഖാൻ. കാശ്മീരിലെ വെടിനിർത്തലും ലൈൻ ഓഫ് കൺട്രോളുമായി ബന്ധപ്പെട്ട 2 എഗ്രിമെൻറ്റുകളാണ് 1949 കറാച്ചി എഗ്രിമെൻറ്റും 1972 സിംല കരാറും. 1949 ജൂലൈ 27 പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ച കരാറാണ് കറാച്ചി എഗ്രിമെൻറ്റ്. 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഹിമാചൽ പ്രദേശിലെ സിംലയിൽ വെച്ച് ഒപ്പുവെച്ച കരാറാണ് സിംല കരാർ. ലൈൻ ഓഫ് കൺട്രോൾ അഥവാ LOC ഇരു രാജ്യങ്ങളും അംഗീകരിച്ചത് സിംല കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ കരാർ ഏത്? താഷ്കന്റ് കരാർ. ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കന്റിൽ 1966 ഒപ്പിട്ട കരാറാണ് താഷ്കന്റ് കരാർ. അപ്പോൾ ഇതുവരെ പറഞ്ഞത് പാകിസ്ഥാൻ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 14. തലസ്ഥാനം ഇസ്ലാമാബാദ്. പാകിസ്ഥാൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധിയുടെ നാട്. കായിക വിനോദം ഹോക്കി. ദേശീയ നദി സിന്ധു. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ചൗധരി റഹ്മത്ത് അലി. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്ന. ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ. പാകിസ്ഥാനുമായി ഇന്ത്യ ഒപ്പുവെച്ച കരാറുകളാണ് 1949 ജൂലൈ 27 കറാച്ചി എഗ്രിമെൻറ്റ്, 1972 ജൂലൈ 2 സിംല കരാർ, 1966 താഷ്കന്റ് കരാർ എന്നിവ. ഇനി ഈ പടം ശ്രദ്ധിക്കുക. രാജസ്ഥാനും പാകിസ്ഥാനും ഇടയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിൽ താർ മരുഭൂമി അറിയപ്പെടുന്ന പേരാണ് ചോലിസ്ഥാൻ. രാജസ്ഥാനും പാകിസ്ഥാനും ഇടയിലാണ് താർ മരുഭൂമി. ഗുജറാത്തിനും പാകിസ്ഥാനും ഇടയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് ചതുപ്പ് നിലമായ റാൻ ഓഫ് കച്ച്. ഗുജറാത്തിനും പാകിസ്ഥാനും ഇടയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് ചതുപ്പ് നിലം റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബിനും പാകിസ്ഥാനും ഇടയിലാണ് ഏഷ്യയുടെ ബെർലിൻ എന്നറിയപ്പെടുന്ന വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബംഗ്ലാദേശ്. 4096.7 കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത്. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക. ബംഗ്ലാദേശിൻ്റെ കറൻസിയാണ് ടാക്ക. ബംഗ്ലാദേശിൻ്റെ കായിക വിനോദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കബഡി. ബംഗ്ലാദേശിൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാണ് ജദിയ സൻസദ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം അമർ സോന ബംഗ്ല. ഇത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൻ്റെ പഴയ പേരാണ് പൂർവ്വ പാകിസ്ഥാൻ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാൻ എന്നത്. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തതാണ്. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് കാരണമായ യുദ്ധം ഏതാണ്?
1971 ഇന്ത്യ പാക് യുദ്ധം. ഇന്ത്യ, മ്യാൻമാർ എന്നിവ മാത്രമാണ് ബംഗ്ലാദേശിൻ്റെ അയൽരാജ്യങ്ങൾ. 3 ഭാഗവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. 3 ഭാഗവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. മാനുഷിക പരിഗണനയുടെ പേരിൽ 3 ബിഗ കോറിഡോർ ഇന്ത്യ ഏതു രാജ്യത്തിനാണ് വിട്ടുകൊടുത്തത്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശിനെ കുറിച്ച് പഠിച്ചത്: ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക, കറൻസി ടാക്ക, കായിക വിനോദം കബഡി, ദേശീയ ഗാനം അമർ സോന ബംഗ്ല, രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. നദികളുടെയും കൈവഴികളുടെയും നാട് എന്നറിയപ്പെടുന്നു. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് കാരണമായ യുദ്ധം 1971 ഇന്ത്യ പാക് യുദ്ധം. 3 ഭാഗവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയാണ് 3 ബിഗ കോറിഡോർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന രാജ്യമാണ് ചൈന. 3488 കിലോമീറ്ററാണ് ഇന്ത്യയുമായി ചൈനയ്ക്ക് അതിർത്തിയുള്ളത്. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം 1949. ചൈനയുടെ തലസ്ഥാനം ബെയ്ജിംഗ്. ചൈനയുടെ കറൻസിയാണ് യുവാൻ. റെൻ മിൻബി എന്ന കറൻസിയും ചൈനയ്ക്കുണ്ട്. ചൈനയിലെ ഭാഷയാണ് മാൻഡരിൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയപ്പെടുന്നത് മാൻഡരിൻ ആണ്. ചൈനയുടെ കായിക വിനോദം ടേബിൾ ടെന്നീസ്. കൂടുതൽ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യമാണ് ചൈന. 14 രാജ്യങ്ങളുമായി ചൈന അതിർത്തി പങ്കിടുന്നുണ്ട്. ചൈനയുടെ പാർലമെൻറ്റിൻ്റെ പേരാണ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനയുടെ പാർലമെൻറ്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. ചൈനയുടെ രാഷ്ട്രപിതാവ് സൺ യാറ്റ് സൺ. ചൈനയുടെ ദേശീയഗാനമാണ് മാർച്ച് ഓഫ് വോളണ്ടിയേഴ്സ്. ഏഷ്യയുടെ നാവ് എന്നറിയപ്പെടുന്ന രാജ്യം ചൈനയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദിയാണ് യാങ്സി. അത് ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോ ആണ്. ഇത് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ചൈനയുമായിട്ടാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയും തമ്മിലാണ് 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. മാവോ സെ തുങ്ങിന് ശേഷം ചൈനയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഷി ജിൻപിങ് ആണ്. നിലവിലെ ഭരണാധികാരിയാണ് ഷി ജിൻപിങ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ചൈനയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പഠിച്ചത്: ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം 1949, തലസ്ഥാനം ബീജിംഗ്, കറൻസി യുവാൻ റെൻമിൻബി, ഭാഷ മാൻഡരിൻ, കായിക വിനോദം ടേബിൾ ടെന്നീസ്, രാഷ്ട്രപിതാവ് സൺ യാറ്റ് സൺ, പാർലമെൻറ്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്, ദേശീയഗാനം മാർച്ച് ഓഫ് വോളണ്ടിയേഴ്സ്. ചുവപ്പ് പ്രതലത്തിൽ 5 നക്ഷത്രങ്ങൾ ഉള്ളതാണ് ചൈനയുടെ ദേശീയ പതാക. ഏഷ്യയുടെ നാവ് എന്നറിയപ്പെടുന്ന രാജ്യം ചൈനയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദിയായ യാങ്സി ചൈനയിലാണ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ഹൊയാങ്ഹോ ചൈനയിലാണ്. ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ചൈനയുമായാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ശ്രീലങ്ക. ശ്രീലങ്ക ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ശ്രീലങ്ക സ്വതന്ത്രമായത് 1948 ഫെബ്രുവരി 4. സിലോൺ, സരൺ ദ്വീപ് എന്നിവയൊക്കെ ശ്രീലങ്കയുടെ പഴയ പേരാണ്. ശ്രീലങ്കയുടെ തലസ്ഥാനം 2 തലസ്ഥാനങ്ങളാണ് ശ്രീലങ്കയ്ക്കുള്ളത്: കൊളംബോ, ജയവർദ്ധനപുരം കോട്ട. 2 തലസ്ഥാനമുള്ള ഇന്ത്യയുടെ ഏക അയൽരാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ കായിക വിനോദം വോളിബോൾ. ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി, കിഴക്കിൻ്റെ മുത്ത് എന്നൊക്കെ അറിയപ്പെടുന്നത് ശ്രീലങ്കയാണ്. ഇന്ത്യയിലേതിന് തുല്യമായ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ രാഷ്ട്രപിതാവാണ് DS സേനാനായകെ. ശ്രീലങ്കയുടെ ആദ്യ പ്രധാനമന്ത്രിയും DS സേനാനായകയാണ്. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് AT ആര്യരത്ന. ശ്രീലങ്കയെക്കുറിച്ച് ഇതുവരെ പഠിച്ചത്: സ്വതന്ത്രമായത് 1948 ഫെബ്രുവരി 4, പഴയ പേര് സിലോൺ അല്ലെങ്കിൽ സരൺ ദ്വീപ്, തലസ്ഥാനം കൊളംബോ, ജയവർദ്ധനപുരം കോട്ട, കായിക വിനോദം വോളിബോൾ. ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി എന്നും കിഴക്കിൻ്റെ മുത്ത് എന്നും വിശേഷിപ്പിക്കപ്പെടുന്നത് ശ്രീലങ്കയാണ്. ഇന്ത്യയിലേതിന് തുല്യമായ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ രാഷ്ട്രപിതാവാണ് DS സേനാനായകെ. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് AT ആര്യരത്ന. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നേപ്പാൾ.
ഇന്ത്യയുമായി 1751 കിലോമീറ്ററാണ് നേപ്പാൾ അതിർത്തി പങ്കിടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റിപ്പബ്ലിക്കാണ് നേപ്പാൾ. നേപ്പാളിൻ്റെ തലസ്ഥാനം കാഠ്മണ്ഡു. കായിക വിനോദം വോളിബോൾ. നേപ്പാളിൻ്റെ പാർലമെൻറ്റാണ് നാഷണൽ പഞ്ചായത്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേപ്പാളിൻ്റെ പാർലമെൻറ്റ് നാഷണൽ പഞ്ചായത്ത്. നേപ്പാളിൻ്റെ ദേശീയഗാനമാണ് സായുൻ തുങ്ക ഫുൽക്ക. ചതുരാകൃതിയിലല്ലാത്ത ദേശീയ പതാകയുള്ള ഏക രാജ്യമാണ് നേപ്പാൾ. നേപ്പാളിൻ്റെ ദേശീയ പതാകയുടെ ആകൃതി ത്രികോണമാണ്. ഗൂർഖകൾ കാണപ്പെടുന്നത് നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം 8848 മീറ്റർ. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാലയം. ഏതൊക്കെ രാജ്യങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കപ്പെട്ട കരാറാണ് സുഗൗളി ഉടമ്പടി? ഇന്ത്യ, നേപ്പാൾ. ബ്രിട്ടീഷ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് നേപ്പാളും തമ്മിൽ 1816 ഒപ്പിട്ട കരാറാണ് സുഗൗളി ഉടമ്പടി അഥവാ ട്രീറ്റി ഓഫ് സുഗൗളി. ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി. ഇന്ത്യക്കും നേപ്പാളിനും ഇടയിൽ ഇന്ത്യയുടെ ഭാഗമായ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. നേപ്പാളിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റിപ്പബ്ലിക്കാണ് നേപ്പാൾ. തലസ്ഥാനം കാഠ്മണ്ഡു. കായിക വിനോദം വോളിബോൾ. പാർലമെന്റ് നാഷണൽ പഞ്ചായത്ത്. ദേശീയഗാനം സായുൻ തുങ്ക ഫുൽക്ക. ചതുരാകൃതിയിലല്ലാത്ത ദേശീയ പതാകയുള്ള ഏക രാജ്യമാണ് നേപ്പാൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കപ്പെട്ട കരാറാണ് സുഗൗളി ഉടമ്പടി. ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി. നെക്സ്റ്റ്, ഭൂട്ടാൻ. ഇന്ത്യയുമായി ഭൂട്ടാന് 699 കിലോമീറ്ററാണ് അതിർത്തിയുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യമാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ്റെ തലസ്ഥാനം തിംഫു. കറൻസി ഗുൾഡ്രം. ഭാഷ സോങ്ക. ഭൂട്ടാൻ്റെ കായിക വിനോദം അമ്പെയ്ത്ത്. ഭൂട്ടാൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്ന പേരാണ് ഷുഗുഡു. ഡ്രാഗൺ അഥവാ വ്യാളിയുടെ പടം ദേശീയ പതാകയിലുള്ള രാജ്യമാണ് ഭൂട്ടാൻ. ഇടിമുഴക്കത്തിൻ്റെ നാട് അല്ലെങ്കിൽ ഇടിമിന്നലിൻ്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഭൂട്ടാനാണ്. ലോകത്തിലെ ആദ്യ പുകവലി നിരോധിത രാജ്യമാണ് ഭൂട്ടാൻ. 1865 ട്രീറ്റി ഓഫ് സെഞ്ചുലയും പിന്നീട് ട്രീറ്റി ഓഫ് പുനകയും ഒപ്പുവെച്ചത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലാണ്. ഭൂട്ടാനെക്കുറിച്ച് ഇതുവരെ പഠിച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യമാണ് ഭൂട്ടാൻ. തലസ്ഥാനം തിംഫു. കറൻസി ഗുൾഡ്രം. ഭാഷ സോങ്ക. കായിക വിനോദം അമ്പെയ്ത്ത്. പാർലമെൻറ്റ് ഷുഗുഡു. ഇടിമുഴക്കത്തിൻ്റെ നാട് അല്ലെങ്കിൽ ഇടിമിന്നലിൻ്റെ നാട് എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ആദ്യ പുകവലി നിരോധിത രാജ്യമാണ് ഭൂട്ടാൻ. ട്രീറ്റി ഓഫ് സെഞ്ചുലയും ട്രീറ്റി ഓഫ് പുനകയും ഒപ്പിട്ടത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലാണ്. നെക്സ്റ്റ്, അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമായത് 1919 ഓഗസ്റ്റ് 19. തലസ്ഥാനം കാബുൾ. ഭാഷ ദാരി, പഷ്തോ എന്നിവയാണ്. അഫ്ഗാനിസ്ഥാൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാണ് ഷോറ. നാഷണൽ അസംബ്ലി എന്നിവ. ദേശീയഗാനം മില്ലി തരാന. അഫ്ഗാനിസ്ഥാൻ്റെ കായിക വിനോദമാണ് ബുസ്കാഷി. അഫ്ഗാനിസ്ഥാനിലെ പ്രധാന കലാരൂപമാണ് ഗാന്ധാരകല. അഫ്ഗാനിസ്ഥാനിൽ കാണപ്പെടുന്ന പ്രധാന വംശമാണ് പഷ്തൂണുകൾ. പഷ്തൂണുകൾ എന്ന ജനവിഭാഗം കാണപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. മധ്യേഷ്യയുടെ കവാടം, കറുപ്പിൻ്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനെക്കുറിച്ച് ഇതുവരെ പഠിച്ചത്. സ്വതന്ത്രമായത് 1919 ഓഗസ്റ്റ് 19. തലസ്ഥാനം കാബുൾ. ഭാഷ ദാരി, പഷ്തോ. പാർലമെൻറ്റ് ഷോറ, നാഷണൽ അസംബ്ലി. ദേശീയഗാനം മില്ലി തരാന. കായിക വിനോദം ബുസ്കാഷി. പ്രധാന കലാരൂപം ഗാന്ധാരകല. പ്രധാന വംശം പഷ്തൂണുകൾ. മധ്യേഷ്യയുടെ കവാടം, കറുപ്പിൻ്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. നെക്സ്റ്റ്, മ്യാൻമാർ. മ്യാൻമാറിൻ്റെ പഴയ പേരാണ് ബർമ. മ്യാൻമാറിൻ്റെ തലസ്ഥാനം നൈപതേ. മ്യാൻമാറിൻ്റെ കറൻസിയാണ് ക്യാറ്റ്. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്നത് മ്യാൻമാറാണ്. പതാകയിൽ ഒറ്റ നക്ഷത്രം മാത്രമുള്ള ഇന്ത്യയുടെ അയൽരാജ്യമാണ് മ്യാൻമാർ. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ സാർക്കിൽ അംഗമാവാത്തതും ആസിയാനിൽ അംഗമായതും പട്ടാള ഭരണം നിലനിൽക്കുന്നതുമായ ഏക രാജ്യമാണ് മ്യാൻമാർ. ഇന്ത്യയുമായി കര അതിർത്തി കടക്കാനുള്ള മ്യാൻമാറുമായുള്ള കരാർ നിലവിൽ വന്നത് 2018 മ്യാൻമാറിൻ്റെ രാഷ്ട്രപിതാവാണ് ആങ് സാൻ. ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആങ് സാൻ സൂകിയാണ്. മ്യാൻമാറിൻ്റെ രാഷ്ട്രപിതാവായ ആങ് സാൻ്റെ മകളാണ് ആങ് സാൻ സൂകി. 1991 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ് ആങ് സാൻ സൂകി. ആങ് സാൻ സൂകി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി.
ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മ്യാൻമാറിനെ കുറിച്ച് ഇതുവരെ പഠിച്ചത്: മ്യാൻമാറിൻ്റെ പഴയ പേര് ബർമ്മ, തലസ്ഥാനം നൈപതെ, കറൻസി ക്യാറ്റ്, സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുമായി കര അതിർത്തി കടക്കാനുള്ള കരാർ നിലവിൽ വന്നത് 2018. രാഷ്ട്രപിതാവ് ആങ് സാൻ, ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്നത് ആങ് സാൻ സൂകി. ആങ് സാൻ സൂകിക്ക് സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് 1991. ആങ് സാൻ സൂകി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. നെക്സ്റ്റ്, മാലിദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറബിക്കടലിനടുത്തായാണ് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മാലിദ്വീപിന് സ്വാതന്ത്ര്യം ലഭിച്ചത് 1965 ജൂലൈ 26. മാലിദ്വീപിൻ്റെ തലസ്ഥാനം മാലി. മാലിദ്വീപിൻ്റെ ദേശീയ ഗാനമാണ് ക്വാമി സലാം. മാലിദ്വീപിൻ്റെ പാർലമെൻറ്റ് മജ്ലിസ്. തെങ്ങ് ദേശീയ വൃക്ഷമായ രാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ഏറ്റവും ചെറുതും ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യവും ജനസംഖ്യ കുറഞ്ഞ രാജ്യവും മാലിദ്വീപാണ്. ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന രാജ്യമാണ് മാലിദ്വീപ്. മാലിദ്വീപിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞത്: മാലിദ്വീപിന് സ്വാതന്ത്ര്യം ലഭിച്ചത് 1965 ജൂലൈ 26. തലസ്ഥാനം മാലി. ദേശീയ ഗാനം ക്വാമി സലാം. പാർലമെന്റ് മജ്ലിസ്. ദേശീയ വൃക്ഷം തെങ്ങ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ അയൽരാജ്യമാണ് മാലിദ്വീപ്. ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ്. ഏഷ്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യവും മാലിദ്വീപാണ്. ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന രാജ്യമാണ് മാലിദ്വീപ്. നെക്സ്റ്റ്, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ടേബിൾ നോക്കി നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.